ജലീൽ പുലാർന്നെഴുതിക്കുന്നത് എന്ത്? നമസ്കാരം. ക്ലാസ്സിലൊരു അധ്യാപിക ടിൻറ്റുമോനോട് ചോദിച്ചു, ടിൻറ്റുമോൻ ഏത് രാജ്യത്ത് പോകാനാണ് ഇഷ്ടം? ടിൻറ്റുമോൻ ആവേശത്തോടെ പറഞ്ഞു, സ്വിറ്റ്സർലൻഡ്. വെരി ഗുഡ്. എങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് ബോർഡിൽ ഒന്ന് എഴുതി കാണിക്കൂ. അപ്പോൾ ടിൻറ്റുമോൻ അപകടം മണത്തു. എന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ പറ്റിച്ചേ, എനിക്കിഷ്ടപ്പെട്ട സ്ഥലം ഗോവ. സ്വിറ്റ്സർലൻഡിൽ പോകാൻ നല്ല സ്ഥലമാണെങ്കിലും ആ വാക്ക് എഴുതി ഒപ്പിക്കാൻ അല്പം പ്രയാസമാണ്. അങ്ങനെ ബുദ്ധിമാനായ ടിൻറ്റുമോൻ യാത്ര ഗോവയ്ക്കാക്കി. ഈ അധ്യാപികയെയും കുട്ടിയെയും ഓർത്തത് നമ്മുടെ ജലീൽ സാഹിബ് ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നത് കണ്ടപ്പോഴാണ്. ആട് 2 എന്ന് പറയും പോലെ സ്വതന്ത്ര പരിവേഷമൊക്കെ കളഞ്ഞ് ജലീൽ സാഹിബ് ഇപ്പോൾ CPMൽ അംഗമായി. വിപ്ലവകരമായ ഒരു 2ാം ജന്മമാണ് ഇപ്പോൾ സാഹിബ് നയിക്കുന്നത്. അക്ഷരത്തെറ്റ് കണ്ടാൽ സഹിക്കില്ല. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിരുന്ന മനുഷ്യനാണ്. ജലീൽ സാഹിബ് പോയത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റിയിട്ടാണ്. പിന്നീട് വന്ന ഉന്നത വിവരദോഷ മന്ത്രിയായിരുന്ന ആർ ബിന്ദു അതിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ജലീൽ ഭരണത്തിൻ്റെ കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങിയപ്പോഴാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം താറുമാറായ വിവരം അറിയുന്നത്. അപ്പോൾ താങ്കൾ 10 വർഷം ഒരു സർക്കാരിൻ്റെ ഭാഗമായിരുന്ന എന്ത് ഞൊട്ടുകയായിരുന്നു? പിള്ളേരെ പഠിപ്പിക്കാനും ചെവിക്ക് പിടിക്കാനും നന്നാക്കാനും ചെന്നതിൻ്റെ പേരിൽ ഇപ്പോഴത്തെ KT ജലീലിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് ജലീൽ വിദ്യാർത്ഥികളെ വേദിയിലേക്ക് വിളിച്ചു കയറ്റി അപമാനിച്ചത്. അക്ഷരം അറിയില്ലേ എന്ന് പരസ്യമായി ചോദിച്ചു. മേൽവിലാസം തെറ്റിച്ചെഴുതിയ വിദ്യാർത്ഥിയുടെ ചെവിക്ക് പിടിച്ചു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. ജലീൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹിന്ദിയിൽ A+ നേടിയവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടു. കൈപൊക്കിയ വിദ്യാർത്ഥികളെ വേദിയിലേക്ക് വിളിച്ച് വിലാസം എഴുതാൻ ആവശ്യപ്പെടുകയായിരുന്നു. അക്ഷരത്തെറ്റ് വരുത്തിയ വിദ്യാർത്ഥികളുടെ ചെവിക്ക് പിടിച്ചു. ടെൻഷനായാൽ എഴുതുമ്പോൾ തെറ്റുമെന്ന് വിദ്യാർത്ഥി പറഞ്ഞപ്പോൾ ടെൻഷനായാലും അക്ഷരത്തെറ്റ് വരാൻ പാടില്ലെന്ന് ജലീൽ സാഹിബ് ഉപദേശിച്ചു. മറ്റൊരു കുട്ടിയോട് ചോദിച്ചത്, എന്താണോ തനിക്ക് എഴുതാൻ പറ്റുമോ എന്നാണ്. A+ ലഭിച്ചിട്ടും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം രക്ഷിതാക്കളെ കൂടി ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ജലീലിൻ്റെ വിശദീകരണം. കുട്ടികൾക്ക് പിശക് സംഭവിച്ചാൽ തമാശയിലും കാര്യത്തിലും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതാണ് തൻ്റെ ശൈലിയെന്നാണ്. ഇല്ലെങ്കിൽ അവർ എത്ര വളർന്നാലും മയ കുയി പുയ എന്നൊക്കെയാവും പറയുകയത്രേ. KT ജലീൽ പരസ്യമായി തോന്നിയവാസം കാണിച്ചതിന് ശേഷം മുള്ളുവെച്ച വർത്തമാനങ്ങളാണ് പറയുന്നത്. മുസ്ലിം ലീഗിലെ മന്ത്രിമാർക്കിട്ടുള്ള താങ്ങാണത്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ കുയി എന്ന് പരാമർശിക്കുകയുണ്ടായി. അതിനു മുമ്പ് ഒരു ചടങ്ങിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളമെന്നെഴുതിയത് അക്ഷരത്തെറ്റോടെയാണ്. വേദിയിൽ വെച്ചുണ്ടായ ടെൻഷൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചതെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. അതിനാണ് ജലീൽ പറയുന്നത് ടെൻഷൻ വന്നാലും അക്ഷരം തെറ്റാൻ പാടില്ല എന്ന്. അല്ല ജലീൽ സാഹിബെ, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. 2ാം പിണറായി സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് 2ൻ്റെ ഗുണനപ്പട്ടിക ഒന്ന് ചൊല്ലിക്കാമോ? മലയാള ഭാഷയിൽ എത്ര അക്ഷരമുണ്ടെന്ന് പറയിക്കാമോ? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലും ചിരട്ടയും എന്താണെന്ന് ശിവൻകുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുമോ? 10 മലയാള വാക്കുകൾ കേട്ടെടുത്തിട്ട ശിവൻകുട്ടി എത്ര എണ്ണം ശരിയാക്കും? ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ടെന്ന് ഈ ശിവൻകുട്ടിയോടൊന്ന് ചോദിച്ച് ഉത്തരം തേടാമോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആർ ബിന്ദുവിൻ്റെ വിദ്യാഭ്യാസ നിലവാരവും നമ്മൾ കണ്ടതാണ്. അതും പോകട്ടെ, SFIയിലും DYFIയിലും പ്രവർത്തിച്ച് നാട്ടുകാരെ തെറിവിളിച്ചും ഭീഷണിപ്പെടുത്തിയും നടക്കുന്ന എത്ര എണ്ണത്തിന് അക്ഷരമറിയാമെന്ന് പരീക്ഷിച്ച് നോക്കണം. അവരെ കൊണ്ട് മാർക്സ് എന്ന് ഒന്ന് എഴുതിപ്പിക്കാമോ? പോട്ടെ, എംഗൽസ് എന്ന് എഴുതിപ്പിക്കാമോ? അതിൻ്റെ നേതാക്കന്മാരുടെ പരിജ്ഞാനവും നിങ്ങൾ തന്നെ അളക്കണം. ഭരണം പോയി ഭരണത്തിരിക്കുമ്പോഴാണ് KT ജലീലിന് വിദ്യാഭ്യാസത്തിൻ്റെ തകർന്ന നിലവാരത്തെപ്പറ്റിയൊക്കെ ബോധ്യമായത്. കുട്ടികളെ കാണുമ്പോൾ എന്നിലെ അധ്യാപകൻ ഉണരുമെന്നാണ് KT ജലീൽ പറയുന്നത്. അല്ല ജലീലെ, നിയമസഭാ ഹാൾ തല്ലി തകർത്തപ്പോൾ നിങ്ങളിലെ അധ്യാപകൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ. നിങ്ങളുടെ ആ നെറികെട്ട പ്രവൃത്തി ലോകം മുഴുവൻ കണ്ടതാണ്. ആ നിങ്ങളാണോ കുട്ടികൾക്ക് മാതൃക പറഞ്ഞു കൊടുക്കുന്നത്? ഞാനിനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊക്കെ ഗീർവാണം അടിച്ച് KT ജലീൽ 3ാം ഭരണത്തിൽ വീണ്ടും മന്ത്രിയാകാമെന്ന് സ്വപ്നം കണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. ഇപ്പോൾ പാവം പ്ലാവിലയും പഴത്തൊലയും കടിച്ച് വീട്ടിലിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഇത്രയേറെ നിലവാരമില്ലാതാക്കിയതിൽ ഒരു പങ്ക് പിണറായി സർക്കാരിനുമുണ്ട്. കുട്ടികളെ കാണുമ്പോൾ എന്നിലെ അധ്യാപകൻ ഉണരും പോലും. പിണറായി കുടുംബവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിലെല്ലാം നായകസ്ഥാനത്ത് ജലീലുമുണ്ടായിരുന്നു. ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിൻ്റെ കുരുവിന് പകരം സ്വർണം തുടങ്ങിയ എല്ലാ വശങ്ങളും പുള്ളി പരീക്ഷിച്ചു.
അതിരാവിലെ തലയിൽ മുണ്ടുമിട്ട് കെ ടി ജലീൽ ED ഓഫീസിൽ പോയി കുത്തിയിരുന്നതും മാലോകര് കണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചത് എന്നുകൂടി ഓർക്കണം. നിലവാരവും വിദ്യാഭ്യാസ യോഗ്യതയും നോക്കിയായിരുന്നുവോ ഓരോരോ നിയമനങ്ങൾ നിങ്ങൾ നടത്തിയത്? 10 ആളെ കണ്ടപ്പോൾ ആളാകാൻ പോയതാണ് കെ ടി ജലീൽ. എന്തായാലും സംഗതി വിവാദമായതോടെ അപമാനിക്കപ്പെട്ട വിദ്യാർത്ഥികൾ കൂറുമാറി. ജലീൽ സാഹിബ് ചെവിക്ക് പിടിച്ചപ്പോൾ നല്ല സുഖമായിരുന്നുവെന്നും തങ്ങൾ അപമാനിക്കപ്പെട്ടതായിരുന്നില്ല, ആദരിക്കപ്പെടുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. നല്ലതുപോലെ പഠിച്ചാണ് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. അവർക്കില്ലാത്ത ദണ്ണം നാട്ടുകാർക്ക് വേണ്ട. ജലീലിനെതിരെ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ സാഹിബിനെ തൂക്കിക്കൊല്ലുമോ തടവിന് ശിക്ഷിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. ഇതുപോലെ ഒരു സംഭവം കോൺഗ്രസ്സുകാരോ BJPക്കാരോ ആണ് ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ DYFIയും SFIയും കൊടിയും കുത്തി ഇറങ്ങുമായിരുന്നു. ഞാൻ ഓമനിച്ചു കൊണ്ട് നടന്ന കുഞ്ഞുങ്ങളുടെ ചെവിക്ക് പിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടിയും ചാടി ഇറങ്ങുമായിരുന്നു. ഒരു തികഞ്ഞ വർഗീയവാദി കൂടിയാണ് ഈ KT ജലീൽ. ഒരു പൊതുചടങ്ങിൽ മന്ത്രി KM ഷാജി നിലവിളക്ക് കൊളുത്തിയതിനെതിരെ ഇദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശനമുന്നയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. മന്ത്രിയായ ശേഷം ഷാജി വളരെ പക്വതയാർന്ന സമീപനമാണ് പല വിഷയങ്ങളിലും കൈക്കൊള്ളുന്നത്. അതൊന്നും ജലീലിന് സുഖിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അയാളുടെ നാവിൽ നിന്നും പൊള്ളുന്നത് എന്തെങ്കിലും കിട്ടുമോ എന്ന് കാത്തിരിക്കുകയാണ്. എന്തായാലും തവന്നൂരിലെ പരാജയം അക്ഷരാർത്ഥത്തിൽ ഈ KT ജലീലിൻ്റെ പിരി ഇളക്കി വിട്ടിരിക്കുകയാണ്. അനുമോദന ചടങ്ങിലേക്കാണ് സംഘാടകർ ജലീലിനെ വിളിച്ചത്. പുള്ളി കരുതിയത് അപമാനിക്കൽ ചടങ്ങാണെന്നാണ്. ഈ വിഷയത്തിൽ മഹാവിപ്ലവകാരിയായ നടി മാലാ പാർവതി എന്ന സഹാത്തി വല്ലാതെ പൊള്ളുകയാണ്. സ്നേഹത്തോടെ ഒന്ന് ഉപദേശിച്ചത് പീഡനമൊക്കെ ആണോ എന്നാണ് പുള്ളിക്കാരിയുടെ ചോദ്യം. വാത്സല്യത്തോടെ ചെവിക്ക് പിടിക്കുന്നത് എങ്ങനെയാണ് പീഡനമാകുന്നതെന്നാണ് പുള്ളിക്കാരത്തിയുടെ ചോദ്യം. മാലാ പാർവതിയെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി സ്നേഹത്തോടെ ആരെങ്കിലും ചെവിക്ക് പിടിച്ചാൽ വലിയ സന്തോഷത്തോടെ അത് സ്വീകരിക്കുമോ? മാലാ പാർവതി അമ്മ സംഘടനയെ നന്നാക്കി കഴിഞ്ഞു. ഇനി സമൂഹത്തെ തെറ്റും ശരിയും പഠിപ്പിക്കലാണ് പണി. എന്തായാലും KT ജലീൽ നിയമസഭയിൽ എത്താഞ്ഞത് കാര്യമായി. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കരുത്തെന്താണെന്ന് ജനം അറിഞ്ഞേനെ.